ഹലോ ഹായ്, എല്ലാവർക്കും കൈപ്പറ്റ സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങളൊരു വ്ലോഗായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങള് ഇന്ന് എൻ്റെ സുഹൃത്തിൻ്റെ പാലുകാച്ചിന് പോവുകയാണ്. പാലുകാച്ചെന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ 3-4 ദിവസം കൊണ്ടേ അവിടെ പോകുന്നതാണ്. ഇത് ഈ വ്ലോഗിൻ്റെ സ്റ്റാർട്ടിങ് ആ വീഡിയോസ് ആയിരിക്കും, എൻഡിങ് ഈ ഡ്രസ്സ് നോക്കിയാൽ മതി, അതായിരിക്കും. അങ്ങനെ അതിലേക്ക് പോവുകയാണ്. ബാക്കിയെല്ലാം വരുന്ന വഴിക്ക് കാണാം. ജിവിഷേട്ടാ ഇതുപോലെ തന്നെ കണ്ടു വെട്ടി വെച്ചിരുന്നു, ഇലയും വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞൂടാ, ഇത് ഞങ്ങളെ കേട് വന്നു പുറത്തിരുന്നിട്ട്. അപ്പൊ ഞാൻ ഇത് പോച്ച് ഇത് കിട്ടില്ല. അതിനുശേഷം മണിക്ക് സാധനം ചേച്ചിക്ക് അത്ര ഓക്കെ. റെഡി, 1 2 3 സ്റ്റാർട്ടുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഇത് പോയി, ഇത് വീഴുകയാണെങ്കിൽ ഷവർമ വെച്ച് തരും. ഓക്കെ, റെഡി, 1 2 3 ബാക്കിലോട്ട് പോ. അപ്പം ഞാൻ അല്ല മാമനപ്പം ഇതിട്ട മാമൻ എന്തോ വാങ്ങിച്ചു തരും? പറ, എനിക്ക് എന്തോ തരും, എനിക്ക് എന്തോ ഗിഫ്റ്റ് തരും? പറയാം, അവിടെ ഒന്നും നോക്കണ്ട, കുഴപ്പമില്ല, എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാൽ മതി. ഓക്കെ, അത് വേണ്ട, എന്തായാലും മതി, എന്തായാലും പിന്നെ തന്നാൽ മക്കൾ അവിടെ പോയി നിന്നാണ്. എന്നിട്ട് പറ അത് പിന്നെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞു. ഒരു ചാൻസും കൂടെ അല്ല, ഒരു ചാൻസും കൂടെ ബോള് ഒരേ ഒരു ചാൻസ്, ലാസ്റ്റ് ചാൻസ്. റെഡി, 1 2 3 പിടിക്കല്ലേ ഞാൻ. ഓ മൈ ഗോഡ്, ഞാൻ അവരൊതുക്കുന്ന എന്തായെന്ന് ഞാൻ നോക്കിട്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്തായി? ഒരുവിധം ഒതുങ്ങിയോ? ഞാൻ തളർന്നോണ്ടാണ് അവിടെ പ്രശ്നം. ഒതുങ്ങിയോ? നമുക്കിപ്പോ കളിക്കാം. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ നേരെ പോയത് ഷാട്ടർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് അവിടെ എത്തി, ഒരു സ്റ്റാർട്ടറൊക്കെ തന്നു. സ്റ്റാർട്ടറും കഴിച്ച് സൂപ്പും കുടിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് പാപ്പുവിന് ബിരിയാണി മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രില്ലാണ് പറഞ്ഞത്. പെരിയും നോർമൽ ചാർക്കോളും ഒക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇനി. അങ്ങനെ ഹൗസ് വാമിംഗ് ഡേ എത്തി. ഞങ്ങൾ രാത്രി ഹൗസ് വാമിങ്ങിനായിട്ട് പോകാനായിട്ട് ഇറങ്ങി. ചിപ്പി എവിടെ പരിപാടി ഉണ്ടെങ്കിലും കേക്ക് കൊടുത്താണല്ലോ പരിപാടി. അങ്ങനെ ചിപ്പി എഴുതി കൊടുക്കുകയാണ് അതിലെന്താണ് എഴുതേണ്ടതെന്ന്. അങ്ങനെ നമ്മുടെ സ്വന്തം ഡിബ്ബ ബേക്കറിയിൽ നിന്നും കേക്കും വാങ്ങി ഞങ്ങളങ്ങോട്ടേക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പാലുകാച്ചിന് വരുന്നില്ലടാ എന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ രാത്രിയായി, നാളെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ അറിയാതെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന
പരിപാടിയാണേ. എന്നെ പിടിക്കണ്ട. ഹലോ, ഒരു അരമണിക്കൂറായതേ ഉള്ളൂ എത്തിയിട്ട്. ഇനി വരണോ? നിങ്ങൾക്കിനി രാവിലെ പോകേണ്ടതല്ലോടാ ഡ്യൂട്ടിക്ക്. ഭക്ഷണം എന്തര്? ഇനിയിപ്പോൾ നിങ്ങളന്ന് ചോറ് തന്നു എനിക്ക് വേണ്ട. എനിക്ക് വല്ല പെറോട്ട എങ്ങനെ വേണം? ഇല്ലടാ, എനിക്ക് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ മണി ഇപ്പം തന്നെ 8:30. കൊച്ചുങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ? ഇപ്പം അരമണിക്കൂറായതേ ഉള്ളൂ എത്തിയിട്ട്. ആ നോക്കട്ടെ. ഇല്ല, ഞാൻ കുളിച്ചിട്ടൊക്കെ വിളിക്കാം. ഞാൻ പറഞ്ഞുതരാം. അതെ, ശരി. അങ്ങനെ ഞങ്ങളിതാ പാല് കാച്ച് വീട്ടിലേക്ക് കയറാൻ പോവുക. ഞാൻ വീഡിയോ എടുക്കാൻ പോകണം. പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് പാല് കാച്ചുന്ന വീഡിയോ പിടിക്കാൻ വേണ്ടി ഓടിപ്പോയി ഡ്രസ്സ് മാറി പുതിയ ഉടുപ്പൊക്കെ അടിച്ചു കയറ്റുന്ന ഗൃഹനാഥൻ. പപ്പ പുതിയ ഡ്രസ്സ് എടുത്തിട്ടാ. എവിടെ? ഇത് പുതിയതല്ലേ? വാ വാ വാ. പാപ്പു പാപ്പു അത് കുറക്കണ്ടപ്പോ എടുത്തു വെക്കാം. വരൂ, പിടിച്ചോളൂ. നീ വെച്ചോ. ആണോ? ഓക്കെ. കട്ട് ചെയ്തോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു പരസ്പരം കൊടുക്കൂ. കത്തി നോക്കണ്ട കിട്ടി. പപ്പ കൊടുത്തതിന് ശേഷം നിങ്ങൾ പോകുന്ന വയറലാവുന്നു. അയ്യോ, നമ്മള് ചേച്ചി വായോ. ചേച്ചി വന്നോ. സുഭാഷ് ചിപ്പിയാക്കി കൊടുത്തതിന് ശേഷം എടുത്തു കൊടുത്തു. ഒന്നും നോക്കിട്ട് അവന് ഇത്തിരി സ്നേഹം കൂടി പോയി. എനിക്ക് ഒരു ബിഗ് giant shark. അപ്പോ വെരി ഗുഡ്. എന്തിനാ വന്ന് നിക്കുന്നേന്നുള്ള
പാപ്പുകൾ നോക്കിയതാ എനിക്ക് വേണ്ടല്ല സൂക്ഷിച്ചു തോന്നണം ചിലപ്പോ അങ്ങ് ഞാൻ മറ്റുണ്ടെന്ന് ചേച്ചി ഓക്കെ പോണേ നമ്മൾ പോന്നേ. ഇവര് ഞങ്ങളോട് പണിഞ്ഞു നിങ്ങൾ പൊക്കോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും. ഞാൻ പോണ്ട. അടുത്ത ദിവസം എന്നെ കൊണ്ടുപോവാട്ടോ. ഓഫുള്ള ദിവസം രാവിലെ വന്ന്. ടാറ്റ ടാറ്റ ഹായ്. ടാറ്റ ബൈ ബൈ. ഓക്കെ സി യു. ബൈ 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 സി യു. ഓക്കെ ചേച്ചി പോട്ടെ. പോണേ. ഓക്കെ ശരി എന്നാ ബൈ ബൈ. ഓക്കെ ബൈ.